കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 10-ാം ദിവസം. ഉത്സവം അവസാന ദിവസമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാട്ട്, കൊടിയിറക്കം എന്നിവയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷീണിതനായി ആ മുഖമണ്ഡപത്തിൽ പള്ളി ഉറങ്ങുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിറ്റേ ദിവസം രാവിലെ, ആറാട്ട് ദിവസം രാവിലെ നേരം വൈകിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഉണരുന്നത്. അതും ഒരു പശുക്കിടാവിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഉണരുന്നതും. കണി കാണുന്നത് ആ പശുക്കിടാവിനെയാണ്. അന്നേ ദിവസം രാവിലെ ഏകദേശം ഒരു 4:30 മണിയായിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അങ്ങനെ ക്ഷേത്രം തന്ത്രി കുളിച്ചു വന്ന് ദേഹശുദ്ധ്യാദികളെല്ലാം വരുത്തിയിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പനെ പശുവിനെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ആ പശു കരയുകയും ആ പശുവിനെ ശ്രീ ഗുരുവായൂരപ്പനെ കണി കാണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിത്യനിദാന ചടങ്ങുകളെല്ലാം ആരംഭിക്കുകയായി. ഗുരുവായൂരപ്പൻ ഉണർന്നു കഴിഞ്ഞ് ഭഗവാന്റെ ആ നിർമാല്യമെല്ലാം മാറ്റി, കഴിഞ്ഞ ദിവസം ഭഗവാൻ ആ പള്ളി ഉറക്കം സമയത്ത് ഒരു വെള്ളിക്കട്ടിലാണ് കിടന്നിരിക്കുന്നത്. വെൽവെറ്റിൻ്റെ വലിയൊരു മെത്ത ഉണ്ടാവും. അതിൽ മുഴുവൻ മുല്ലപ്പൂവ് വിതറിയിട്ടുണ്ടാവും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുല്ലപ്പൂവ് ഉപയോഗിക്കുന്ന ഒരേ ഒരു ദിവസം ഈ പള്ളിവേട്ട ദിവസം രാത്രിയാണ്. പിന്നെ ദശപുഷ്പമാലയെല്ലാം ഉണ്ടാവും, ആ കട്ടിൽ പരത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ മുല്ലപ്പൂവും ആ മുളയറയിൽ നിന്നും പൂജിച്ച നവധാന്യങ്ങളുടെ മുളയും, അതാണ് കാട് എന്നുള്ള സങ്കല്പത്തിൽ, ഇതെല്ലാം ഭക്തന്മാർക്ക് വിതരണം ചെയ്യുന്നതാണ്. ഇതെല്ലാം ഭക്തന്മാർക്ക് കിട്ടാൻ ഭയങ്കര ഒരു താല്പര്യമുള്ളതുമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ കിടന്നുറങ്ങിയ ആ മുല്ലപ്പൂവ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാം. ആ കാടിൻ്റെ പ്രതീതിയിൽ മുള ഉള്ളത് നമുക്ക് ചെവിയിൽ ചൂടാം, തലയിൽ ചൂടാം, എല്ലാം ചെയ്യാവുന്ന ഒരു അമൂല്യ വസ്തു കൂടിയാണ് അത്. ശ്രീ ഗുരുവായൂരപ്പൻ എണീറ്റ് കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമാല്യം മാതിരി എല്ലാം മാറ്റിക്കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ അന്നത്തെ ദിവസം വിശേഷപ്പെട്ട അഭിഷേകങ്ങളുണ്ട്. എണ്ണ അഭിഷേകം, നെയ്യഭിഷേകം, തേനഭിഷേകം എന്നിവ എല്ലാം അഭിഷേകം ചെയ്യും. മഞ്ഞപ്പൊടിയുണ്ട്, ഇളനീരുണ്ട്. പിന്നെ ഭഗവാൻ അന്നത്തെ ദിവസം ഈ കടലാടിച്ചമത കൊണ്ട് പല്ല് തേക്കുന്നു എന്ന് പറയുന്നു. അതുണ്ട് ചടങ്ങിൽ. അത് കഴിഞ്ഞ് ഭഗവാനെ നല്ലപോലെ വൃത്തിയായി കുളിപ്പിച്ചതിന് ശേഷം അണിയിച്ചൊരുക്കി വാൽക്കണ്ണാടി കാണിക്കുന്നു. ഭഗവാന്റെ മുഖം, ഭഗവാൻ സുന്ദരനായില്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ദശപുഷ്പമാല ഭഗവാനെ ചാർത്തിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പനെ പുരാണ പാരായണം കേൾപ്പിക്കുന്നു. പാരായണം കരുവാട്ട് പട്ടേരിയാണ്, അദ്ദേഹമാണ് അതിൻ്റെ അവകാശമുള്ളത്. അദ്ദേഹം അത് കേൾപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചെറിയൊരു ദക്ഷിണയും ഭഗവാൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ ആ മലർനിവേദ്യമെല്ലാം കഴിച്ചതിന് ശേഷം മാത്രമാണ് ശ്രീ ഗുരുവായൂരപ്പനെ ശ്രീകോവിലിനകത്തേക്ക് ആ പഞ്ചലോഹത്തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. ഇതേ സമയത്ത് മൂലവിഗ്രഹമായ ശ്രീ ഗുരുവായൂരപ്പന് ഈ അഭിഷേകങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ 2 ദിക്കിലാണ് അന്ന് അഭിഷേകം നടക്കുന്നത്. ഭഗവാന്റെ ആ പഞ്ചലോഹത്തിടമ്പിലും മൂലവിഗ്രഹമായ ശ്രീ ഗുരുവായൂരപ്പനും. ഈ ചടങ്ങുകൾ, പഞ്ചലോഹത്തിടമ്പിലുള്ള ചടങ്ങുകളെല്ലാം മുഖമണ്ഡപത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് താഴെ ആയിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഈ ചടങ്ങുകളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 6 മണിയോട് കൂടി മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനം ഈ ആറാട്ട് ദിവസം ഉണ്ടാവില്ല. ആ ചടങ്ങുകളായിട്ട് അവിടെയുള്ള അവകാശികൾ മാത്രമേ ആ സമയത്തുണ്ടാവുള്ളൂ. അതിനുശേഷം ഭഗവാന്റെ ദർശനം നടത്താൻ എല്ലാ ഭക്തജനങ്ങൾക്കും അവസരമുണ്ട്. ദേവസ്വം അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉഷശിവേലി ഇല്ല അന്നത്തെ ദിവസം. ഉഷശിവേലിയും ഉച്ചശിവേലിയും രാത്രി ശിവേലിയുമെല്ലാം ഈ ഭഗവാൻ ആറാട്ട് കഴിഞ്ഞ് വന്നിട്ട് ഒരു 11 പ്രദക്ഷിണം, ഓട്ടപ്രദക്ഷിണമുണ്ട്. ആ സമയത്താണ് എല്ലാം കൂടി നടത്തുന്നത്. അപ്പോൾ പന്തീരടി പൂജ ഏകദേശം ഉച്ചപൂജയുടെ സമയത്താണ്. ഒരു 11 മണി 11:30 മണിക്കാണ് അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പന് പന്തീരടി പൂജ നടക്കുന്നത്.
പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരുടെ പൂജ. പന്തീരുടെ പൂജ സമയത്താണ് ശ്രീ ഗുരുവായൂരപ്പന് ഇന്നേ ദിവസം കളവച്ചാർത്ത് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഏകദേശം 1 മണി 1:30 മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട അടയ്ക്കുന്നു. വീണ്ടും ഒരു 3 മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ യാത്രാബലി എന്ന് വെച്ചാൽ ശ്രീഭൂതബലി തന്നെ ആരംഭിക്കുന്നു. അത് ക്ഷേത്രം തന്ത്രിയാണ് നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി വന്ന് അതിൻ്റേതായ ചടങ്ങുകളെല്ലാം നടത്തി ആ പഞ്ചലോഹ വിഗ്രഹം മൂലവിഗ്രഹത്തിൽ നിന്നും ആവാഹിച്ച് കീഴ്ശാന്തി നമ്പൂതിരിയെ കയ്യിൽ പൂജിച്ച് അർച്ചിച്ച് ആ വിഗ്രഹം കീഴ്ശാന്തി നമ്പൂതിരിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഭഗവാൻ യാത്രാബലിക്കായിട്ട് ഇറങ്ങുന്നു. ആദ്യം കാണുന്ന ബലിക്കല്ലിൽ നിന്നും ഹവിസ് തൂകുന്നു. അതിനുശേഷം പുറത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം കാണുന്ന ബലിക്കല്ലിൽ തന്നെയാണ് ഹവിസ് തൂകുന്നതും. ആദ്യം കാണുന്ന ആ കൊടി, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും കൊടിയേറ്റം കഴിഞ്ഞ ദിക്കുകൊടികളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. ആ ദിക്കുകളിൽ നമ്മൾ ആവാഹിച്ചിരുത്തിയ ആ ചൈതന്യത്തെ ഉദ്വസിക്കുന്നു, ഈ പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് ഉദ്വസിക്കുന്നു. അങ്ങനെ ആദ്യം കാണുന്ന ബലിക്കല്ലുകളിൽ നിന്നും ബലിദേവി ആദ്യം കാണുന്ന ദിക്കുകൊടികളിൽ നിന്നും ചൈതന്യത്തിനെ ഉദ്വസിച്ച് പഞ്ചലോഹത്തിലാക്കി വരികയും അങ്ങനെ പ്രദക്ഷിണമായി വന്ന് അവിടെ പഴുക്കാമണ്ഡപം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. നെറ്റിപ്പട്ടം, വെൺചാമരം, ആലവട്ടം, വെൺകൊറ്റക്കുട എന്നിവയെല്ലാം ഒരുക്കി വെച്ച് വിരാളിപ്പട്ടും വിരിച്ച് വെച്ചിട്ടുണ്ടാവും. അവിടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പ് തന്ത്രി വാങ്ങി തന്ത്രി അവിടെ വയ്ക്കുന്നു. അതിനുശേഷം അവിടെ മദ്ദളക്കേളി, കൊമ്പുപെറ്റ്, കുഴൽപെറ്റ് എല്ലാം നടക്കുന്നുണ്ട്. ആ പഞ്ചലോഹത്തടമ്പ് പഴുക്കാൻ മണ്ഡപത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നടത്താം. ആ സമയം ഏകദേശം ഒരു മണിക്കൂർ 1.25 മണിക്കൂർ മാത്രമേ ശ്രീ ഗുരുവായൂരപ്പന് ആ സമയത്തുള്ള ദർശനം ഉണ്ടാവുള്ളൂ. ഇന്നേ ദിവസം നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. ഉച്ചയ്ക്ക് ഈ സമയത്ത് വാതിൽ മാടത്തിൽ വെച്ച് ശ്രീ ഗുരുവായൂരപ്പന് വേണ്ട മഞ്ഞൾ അഭിഷേകത്തിന് വേണ്ട മഞ്ഞൾ ഇടിക്കുന്നത് ക്ഷേത്രത്തിലെ വാര്യർമാരാണ്. ആ സമയത്ത് മാരാര് ചെണ്ട കൊട്ടുന്നുണ്ട്. തായമ്പകട ഏകദേശം ചെറിയൊരു തായമ്പകം മാതിരി ആ വാദ്യഘോഷങ്ങളോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പച്ച മഞ്ഞൾ ഇടിച്ച് മഞ്ഞപ്പൊടിയാക്കുന്നു. ആ സമയത്ത് ആ മഞ്ഞപ്പൊടിയിൽ ഒരു സ്വർണ്ണശകലം ചേർക്കുന്നുണ്ട്. അതാണ് ശ്രീ ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യുന്നത്. ആറാട്ടുകടവിൽ വെച്ച് അഭിഷേകം ചെയ്യുന്ന മഞ്ഞപ്പൊടിയാണത്. അങ്ങനെ ആ മഞ്ഞപ്പൊടി ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു വെള്ളി കുംഭത്തിൽ നിറച്ച ആക്കി ഒരു പട്ടുകൊണ്ട് കെട്ടുന്നു. ഈ മഞ്ഞപ്പൊടി ശ്രീ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് ആനപ്പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മഞ്ഞപ്പൊടിയും കൂടി ഭഗവാന്റെ ആ ആനപ്പുറത്ത് കയറ്റും. പൊതുവെ ആ ആനപ്പുറത്ത് കയറുന്നത് കീഴ്ശാന്തി നമ്പൂതിരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറിയ കുട്ടി, ആനപ്പുറം ആദ്യം കയറുന്ന ഒരു കുട്ടിയാണ് കയറുന്നത്. അപ്പോൾ ഈ ആനപ്പുറം കയറുന്ന ഒരു എന്താ പറയുക, ഉദ്ഘാടനമെന്നോ ആദ്യത്തേതെന്നോ അങ്ങനെയൊക്കെയാണ് അതിനെ പറയണത്. മഞ്ഞപ്പൊടി കൂടി ആ ആനപ്പുറത്ത് കയറ്റി ഗ്രാമപ്രദക്ഷിണമായി കൊണ്ടുവന്ന് ആറാട്ടുകടവിലെത്തി ആ മഞ്ഞപ്പൊടി ഭഗവാൻ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഈ പഴുക്കാൻ മണ്ഡപത്തിൽ ഏകദേശം 1.5 മണിക്കൂർ ദർശനം നടത്തി കഴിഞ്ഞാൽ 6 മണി 6:10 6:15 ദീപാരാധന നടക്കുന്നു. ഈ ദീപാരാധന നടത്തുന്നത് ഗുരുവായൂരപ്പൻ്റെ സന്തത സഹചാരി എന്നൊക്കെ പറയാം, ഗോപാലൻ എന്ന് പറയാം, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നെല്ലാം പറയുന്ന കീഴ്ശാന്തി നമ്പൂതിരിയാണ്. ആ കീഴ്ശാന്തി നമ്പൂതിരിമാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവും ശ്രീ ഗുരുവായൂരപ്പന് ദീപാരാധന നടത്തുക എന്നുള്ളത്. അങ്ങനെ ആ കീഴ്ശാന്തി നമ്പൂതിരി, ശാന്തിയേറ്റ നമ്പൂതിരി ശ്രീ ഗുരുവായൂരപ്പന് ദീപാരാധന നടത്തി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പുറത്തേക്ക് ഗ്രാമബലിക്ക് തൻ്റെ ഭക്തജനങ്ങളെ എല്ലാവരെയും കാണുവാൻ വേണ്ടിയിട്ടുള്ള എഴുന്നള്ളിപ്പിനുള്ള തയ്യാറെടുപ്പായി. തന്ത്രി നമ്പൂരി വന്ന് നിൽക്കുന്നുണ്ടാവും. ആനപ്പുറം നല്ല ഗജവീരൻ, ഇപ്പോൾ ഏറ്റവും തലയെടുപ്പുള്ള ആന ആയതാണോ ആ ആന നെറ്റിപ്പട്ടം കെട്ടി മണികളെല്ലാം അണിയിച്ച് നിർത്തിയിട്ടുണ്ടാവും. ശ്രീ ഗുരുവായൂരപ്പൻ്റെ തന്ത്രി ആ ആനയെ പൂജിക്കുന്നു. ആനയെ പൂജിച്ചു കഴിഞ്ഞ് ആനയ്ക്ക് നിവേദ്യം ഇല്ലെങ്കിൽ പായസം ഇല്ലെങ്കിൽ പളം എന്നിവ ആനയ്ക്ക് കൊടുക്കുന്നു. ആനയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ലാതെ ഗ്രാമപ്രദക്ഷിണമായി കഴിഞ്ഞു വന്ന് ആറാട്ടുകടവിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് ആനയെയും കൂടി ഇത് പറഞ്ഞ് ഏൽപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം.
അവ ആ ആനയെ പൂജിച്ച് കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പ് ക്ഷേത്ര ഗോപുരം കടന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ സ്വർണ്ണ കോലം വെച്ചിട്ടുണ്ടാവും. ആ കോലത്തിന്മേൽ ഈ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പ് കെട്ടി ആ ആനയുടെ മുകളിൽ കയറ്റുന്നു. അതോടുകൂടി പഞ്ചവാദ്യം തുടങ്ങുന്നു. പ്രശസ്ത കലാകാരന്മാരാണ് ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പന് പഞ്ചവാദ്യം കൊട്ടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരനായിരിക്കും തിമഴയും മദ്ദളവും കൊമ്പും കുഴലും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ആ എഴുന്നള്ളിപ്പ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്തന്മാരാണെങ്കിലോ ഭഗവാനെ വരവേൽക്കാൻ വേണ്ടി നിറപറയും നിലവിളക്കുമെല്ലാം തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ആദ്യം ഞാൻ പറ ചൊരിയട്ടെ ഭഗവാനെ, ആദ്യം ഞാൻ ചൊരിയട്ടെ ഭഗവാനെ എന്നുള്ള ഒരു സങ്കല്പത്തിൽ അവിടെ അണിനിരന്ന് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ എഴുന്നള്ളിപ്പ് ഒരു ചക്രവർത്തി ഭാവത്തിലാണ്, ഒരു രാജാവിൻ്റെ ഭാവത്തിലാണ് എല്ലാം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായി ഭടന്മാരെ മാതിരി ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടം കലാകാരന്മാർ വാളും പരിചയും അങ്ങനെയുള്ള വേഷഭൂഷാദികളോടുകൂടി ഭഗവാന്റെ ഒപ്പം ഭഗവാനെ കൊണ്ടു നടക്കുന്നു എന്നാണ് പറയുന്നത്. ക്ഷേത്ര മൂരാളനുണ്ടാവും, ക്ഷേത്ര തന്ത്രി ഉണ്ടാവും, ക്ഷേത്രം പരിചാരകന്മാരുണ്ടാവും, ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളുണ്ടാവും. പിന്നെ ഭക്തന്മാരാണെങ്കിലോ സഹസ്രം ഭക്തന്മാർ, ഈ നാട്ടിലുള്ളവരും ഗ്രാമവാസികളും ദേശവാസികളും പുറമേ നിന്നുള്ള എല്ലാവരും ഭഗവാന്റെ ഈ എഴുന്നള്ളിപ്പ് കാണുവാൻ ആ സമയത്ത് അവിടെ ഉണ്ടാകും. ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭൂതിയാണ് ഭഗവാന്റെ ഈ എഴുന്നള്ളിപ്പ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ഭക്തന്മാരും ഇത് കാണേണ്ടതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതൊരിക്കലും മറക്കുവാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു അനുഭവമായിരിക്കും. അങ്ങനെ നിറപറ ഏറ്റുവാങ്ങി ശ്രീ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് മന്ദം മന്ദം മുന്നോട്ട് പോകുന്നു. ആ കുളപ്രദക്ഷിണമായി ഏകദേശം വടക്കേ നടയിൽ, ഏകദേശം ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ നാരായണാലയത്തിൻ്റെ മുന്നിലെത്തി പഞ്ചവാദ്യം അവസാനിച്ചു കഴിഞ്ഞാൽ പാണ്ടിമേളം ആരംഭിക്കുന്നു. പാണ്ടിമേളം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടക്കുന്നു. പിന്നെ ആ പാണ്ടിമേളം പെട്ടെന്ന് അവിടെ അവസാനിക്കുന്നു. അവിടെ ഒരു പ്രത്യേക ചടങ്ങാണ് നടക്കുന്നത്. അതിന് പിന്നിൽ ചെറിയൊരു ഐതിഹ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണ്ടുകാലത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമവിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്, ക്ഷേത്രത്തിലെ വഴിപാടുകളും മറ്റതുമെല്ലാം കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ സത്യസന്ധനായ ആ കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ള ചില കുൽസിത ബുദ്ധികൾ ഇത് മുഴുവൻ അവർക്ക് പിടിക്കുന്നില്ല. കുറച്ച് സാമൂഹ്യ വിരുദ്ധരെ അവരെ കൂട്ടുപിടിച്ച് ഇദ്ദേഹത്തിനെ ഇല്ലാതെയാക്കണം എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹത്തിനെ വധിച്ച് ആ ക്ഷേത്രക്കുളത്തിലിടുകയും ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത് ആ എഴുന്നള്ളിപ്പ് ഭഗവാൻ അതിൻ്റെ ഇപ്പുറത്തേക്ക് കടക്കുന്നില്ല. ഭഗവാന് സങ്കടമായി എന്നാണ് പറയുന്നത്. തൻ്റെ പരമഭക്തനായ അദ്ദേഹത്തിനെ ദേശദ്രോഹികൾ, സാമൂഹ്യ വിരുദ്ധർ കൊന്നു തള്ളിയല്ലോ എന്ന് വിചാരിച്ച്. എന്താണ് ഭഗവാൻ ഇങ്ങോട്ട് നീങ്ങാത്തത് എന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും പ്രജകൾ വന്നിട്ട് സങ്കടമില്ല എന്ന് പറയണം. അങ്ങനെ സങ്കട നിവൃത്തി വരുത്തിയതിന് ശേഷം മാത്രമേ ശ്രീ ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് മുന്നോട്ട് നടന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ചടങ്ങ് നടക്കുന്നത്, സങ്കട നിവൃത്തി ചടങ്ങ് നടക്കുന്നത് നാരായണാലയത്തിൻ്റെ മുന്നിൽ വടക്ക് വശത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കരിങ്കല്ലിൻ്റെ ഒരു അത്താണി ഉണ്ടാവാം. അത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ പറയുന്നത്. പണ്ട് കാലത്ത് തലച്ചുമടായിട്ട് വരുന്ന ആൾക്കാർക്ക് ചുമട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കരിങ്കല്ല് അത്താണി അവിടെ ഉണ്ടായിരുന്നത്. ആ കരിങ്കല്ല് അത്താണി ഇപ്പോഴും അവിടെ ഉണ്ട്. പല റിനോവേഷൻ നടത്തി കഴിഞ്ഞിട്ടും അത് അവിടുന്ന് മാറ്റിയിട്ടില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ സങ്കട നിവൃത്തി നടത്തുന്ന ചടങ്ങ് അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങളും ഗുരുവായൂർ വരികയാണെങ്കിൽ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്ത് വന്നാൽ ഈ കരിങ്കല്ല് അത്താണി നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാരാര് ശംഖ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പീശൻ്റെ വീട്ടിലുള്ള ഒരാൾ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞ് സങ്കട നിവൃത്തി വരുത്തിയതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ വീണ്ടും വാദ്യഘോഷങ്ങളോടെ എഴുന്നള്ളുന്നു. അങ്ങനെ ഭഗവാന്റെ മേളം
പാണ്ടിമേളം തുടർന്ന് അത് പഞ്ചാരി മേളത്തിലായി ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഭഗവതി ക്ഷേത്രം വഴിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ആറാട്ടുകടവിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ഭഗവതി കെട്ടിൻ്റെ അവിടെ എത്തി കോലം ഇറക്കുകയും ആ ഭഗവാന്റെ തിടമ്പ് ആറാട്ടുകടവിൽ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും തന്ത്രി നമ്പൂതിരിപ്പാട് അതിനുള്ള പൂജയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ എടുത്തിട്ടുണ്ട്. അന്നത്തെ ദിവസം ഭഗവാന് വാതിൽമാടത്തിൽ വെച്ച് ഇടിച്ച പ്രത്യേക മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യും ആ ഭഗവാന്റെ പൂജയുടെ ഇടയിൽ സ്നാനഘട്ടത്തിലെത്തുമ്പോൾ. പിന്നെ ഭഗവാന് ഇളനീർ അഭിഷേകമാണുള്ളത്. ഇളനീർ അഭിഷേകം അതിൻ്റെ പിന്നിൽ ചെറിയൊരു ഐതിഹ്യമുണ്ട്. പണ്ട് കാലത്ത് ആ പൊന്നാനി സൈഡിൽ ഒരു വലിയൊരു ബ്രാഹ്മണ ഗൃഹത്തിൽ എന്തോ ഒരു വിശേഷമുണ്ടായിരുന്നു എന്നും ആ വിശേഷത്തിൽ ദഹനത്തിനായി നമ്മുടെ ക്ഷേത്രം മൂരാളൻ കീഴ്ശാന്തി നമ്പൂതിരിമാരെ അയക്കുകയും ചെയ്തു. 4 ആളെ പറഞ്ഞയച്ചു. ആ 4 ആളിൽ 3 ആൾക്കേ വരാൻ പറ്റിയുള്ളൂ. ഒരാൾക്ക് അസുഖം മൂലം, പനി മൂലം വരാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞതിലും കൂടുതൽ ആൾക്കാർക്ക് സദ്യ ഒരുക്കണം എന്ന് പറയുകയും അപ്പോൾ പോയ 3 നമ്പൂതിരിമാർ മനസ്സാകെ വിഷമിച്ചു. ഇത്രയധികം സദ്യ നമ്മളെ 3 ആളെ കൊണ്ട് എങ്ങനെ ഒരുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് അവർ ഭഗവാനെ നല്ലപോലെ പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. അവരവരുടെ പണി തുടങ്ങി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഈ വരാമേറ്റിരുന്ന ആ ഒരു നമ്പൂതിരി കൂടി അവിടെ എത്തുകയും ആ പണിയിൽ മുഴുവൻ പങ്കെടുക്കുകയും സാധാരണ കഴിയുന്നതിൽ കൂടുതൽ വേഗത്തിൽ സദ്യവട്ടങ്ങൾ ഒരുക്കുകയും എനിക്ക് പോയിട്ട് വേഗം ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് മടങ്ങുകയും ആ ദക്ഷിണ പോലും വാങ്ങാൻ നിന്നില്ല, മടങ്ങി പോവുകയും ചെയ്തു എന്ന് പറയുന്നു. ആ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് വല്ലാതെ ദാഹം തോന്നുകയും ആ ഗുരുവായൂരിനടുത്തുള്ള കോട്ടപ്പടിയിൽ, തമ്പുരാൻപടിയിൽ ഒരു ഓടാട്ട് കിട്ട എന്ന് പറയുന്ന ഒരു ആളുടെ ഗൃഹമുണ്ടായിരുന്നു. ആ കിട്ടയോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് ഇളനീരിട്ട് തരുമോ എന്ന് ചോദിക്കുകയും ഇത് കേട്ട മതി ആ കിട്ട ഉടനടി തെങ്ങുമ്മ കയറുകയും ഇളനീരായിട്ട് വരുമ്പോഴേക്കും ഈ വന്ന തിരുമേനി പറഞ്ഞു, എനിക്ക് കാത്തു നിൽക്കാൻ തീരെ സമയമില്ല, ഇളനീര് നമ്മുടെ ആറാട്ടുകടവിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറയുകയും. അപ്പോൾ കിട്ടയ്ക്ക് മനസ്സിലായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് നടക്കുന്ന സമയമാണ്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആറാട്ടുകടവിൽ എത്തിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ അത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാകും എന്ന് കിട്ട മനസ്സിലാക്കുകയും കിട്ട ഉടനടി ആ ഇളനീര് ഗുരുവായൂരപ്പൻ്റെ ആറാട്ടുകടവിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇവിടെയാണെങ്കിലോ ഇവരെല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ തിരിച്ചെത്തുകയും അപ്പോഴാണ് നമുക്ക് വരാമെന്ന് ഏറ്റിരുന്ന തിരുമേനിക്ക് വയ്യാതെ പനി പിടിച്ച് കിടക്കുകയാണ്, അദ്ദേഹം വരികയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ തിരുമേനിമാർക്ക് എല്ലാവർക്കും മനസ്സിലായി ശ്രീ ഗുരുവായൂരപ്പനാണ് നമ്മുടെ ഒപ്പം വന്ന് പണിയെടുത്തതെന്നും ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടാണ് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നടന്നതെന്നും ശ്രീ ഗുരുവായൂരപ്പനുള്ള ദക്ഷിണ അവിടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയും പിന്നെ കീഴ്ശാന്തി നമ്പൂതിരിമാർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് ചെറിയൊരു സംഖ്യ മിച്ചം വെച്ച് ഭഗവാനുള്ള വഴിപാടുകൾ നടത്തുകയും ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ കീഴ്ശാന്തി നമ്പൂതിരിമാർ വഴിപാടുകൾ നടത്തുന്നുണ്ട്, ഓടാട്ടുകിട്ട വഴിപാട് നടത്തുന്നുണ്ട്, നമ്മുടെ നമ്പീശൻ അതുമാതിരി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ചിട്ടപ്രകാരം നടക്കുന്നുണ്ട്. ഇതേവരെ എത്ര കാലം മുമ്പ് നടന്നതാണ് ഈ സംഗതികളെല്ലാം. ഇന്നും അവരുടെ വരും തലമുറകളിലുള്ള പ്രജകളെല്ലാവരും ഇത് കൊണ്ട് നടത്തുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടുകടവിൽ ആ സ്നാനം ചെയ്യുന്ന സമയത്ത് മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്ത് ഈ ഇളനീര് ഭക്തന്മാരെല്ലാവരും ഇളനീര് കൊണ്ടുവന്നുണ്ടാവും കേട്ടോ. കിട്ട മാത്രമല്ല, ഏകദേശം ഒരു 1000, 2000, 3000 ഇളനീരുകൾ ഉണ്ടാവും. എല്ലാ ഭക്തന്മാർക്കും ഈ ആറാട്ടുകടവിലേക്ക് ഇളനീര് എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ വകയായിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇളനീര് ഓരോ കൊല്ലം കഴിയുന്നതോറും കൂടി 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 വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാന്റെ ഒപ്പം ആറാട്ട് കുളിക്കുവാൻ നമുക്ക് പറ്റും. അവിടെ ഒരു ചുവപ്പ് ലൈറ്റാവും കത്തുന്നുണ്ടാവുക. ആ ചുവപ്പ് ലൈറ്റ് മാറ്റി പച്ച ലൈറ്റ് ആകുന്നതോടുകൂടി ഭഗവാൻ മുങ്ങും. അതോടുകൂടി ഭക്തന്മാർക്ക് മുങ്ങാം. തന്ത്രി നമ്പൂതിരിപ്പാട് പ്രത്യേകം പറയും, ആ ലൈറ്റ് മാറ്റൂ, പച്ച ലൈറ്റ് കത്തിക്കൂ എന്ന് പറയുകയും ആ വാക്ക് അവർ കേൾക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രീഷ്യൻ ആ ലൈറ്റ് മാറ്റുകയും തന്ത്രി നമ്പൂതിരിപ്പാട് തിടമ്പെടുത്ത് ഒപ്പം മുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ ഒപ്പം നമുക്ക് മുങ്ങുവാനുള്ള ഒരു അവസരം കൂടിയാണ് ആറാട്ടുകുളി. എല്ലാ ഭക്തന്മാരും ആ കടവ് നിറച്ച് ഭക്തന്മാരാവും. അപ്പോൾ ആറാട്ട് കുളിക്കാൻ ഭഗവാന്റെ ഒപ്പം കുളിക്കാനുള്ള ഒരു അവസരമാണ്.
അങ്ങനെ ആറാട്ടുകുളി കഴിഞ്ഞ് ഭഗവാൻ ഭഗവതിയുടെ വാതിൽ മാടത്തിൽ എത്തിയിട്ടാണ് ഭഗവാന്റെ അന്നത്തെ ഉച്ചപൂജ. ആ ഭഗവാന്റെ സോദരിയാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഇരുന്നിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അന്നത്തെ ഉച്ചപൂജ നടക്കുന്നത്. ആ ഉച്ചപൂജ കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി ഭഗവാന്റെ ശിവേലി മുഴുവിപ്പിക്കുക. ആറാട്ടിൻ്റെ അന്നത്തെ ശിവേലി, രാവിലത്തെ ശിവേലി, ഉച്ചത്തെ ശിവേലി ഒക്കെ കൂടിയിട്ട് ഒരുമിച്ച് ക്ഷേത്ര കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് കിടക്കുകയും 11 പ്രാവശ്യം ആന ഓടുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഭക്തന്മാരെല്ലാവരും ആനയുടെ ഒപ്പം ഓടുന്നുണ്ട്. ആ ആനോട്ടം കഴിഞ്ഞതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആവാഹിച്ചു വെച്ചിരുന്ന ആ കൊടിയിലുള്ള ചൈതന്യം, ആ ചൈതന്യം മുഴുവൻ ഈ പഞ്ചലോഹത്തിടമ്പിലേക്ക് ഉദ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊടി ഇറക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ ഉത്സവം അതോടുകൂടി സമാപിക്കുന്നു. ഭക്തജനങ്ങളെല്ലാവരും തൊഴുത്ത് സാഷ്ടാംഗം നമസ്കരിച്ച് പുറത്തേക്ക് പിരിഞ്ഞു പോകുന്നു. ഭഗവാൻ ശ്രീലകത്തേക്ക് പോകുന്നു. ഭഗവാന്റെ ചടങ്ങുകൾ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഭഗവാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ 25 കലശാഭിഷേകം, അതിനുശേഷം ഭഗവാന്റെ അത്താഴപൂജ, ഭഗവാന്റെ അത്താഴപൂജ കഴിഞ്ഞാൽ അത്താഴ ശിവേലി കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങും കൂടി അന്നുണ്ട്. അപ്പോഴേക്കും സമയം ഏകദേശം 1:55, 2 മണിയാവും. 2 മണിക്കുള്ളിൽ ഈ ചടങ്ങുകളെല്ലാം നടക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ സമയക്രമീകരണങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാം ചിട്ടയോടുകൂടി നടക്കുന്നുണ്ട്. അപ്പോൾ 1:55 ഈ തൃപ്പുകയടക്കം നമുക്ക് ഇവിടെ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തന്മാരും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുക. ഈ ഉത്സവത്തിലുള്ള സന്തോഷം, ആനന്ദം എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് അടുത്ത ഉത്സവത്തിനായി ഗുരുവായൂർ നിവാസികളും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ ഉത്സവത്തിൻ്റെ സന്തോഷം അടുത്ത ഉത്സവം വരെ അവരുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത ഉത്സവത്തിനായി കാത്തിരിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെല്ലാവരും. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഈ വിവരണം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും ഇങ്ങനെ പറയുവാൻ ഭഗവാനാണ് എന്നെ തോന്നിപ്പിച്ചതെന്നും അതിന് ഭഗവാനോട് എൻ്റെ എന്താ പറയേണ്ടത് അതന്നെ. ഹരേ ഗുരുവായൂരപ്പ ഇതുമാതിരി പറഞ്ഞ് ഭക്തന്മാരിൽ എത്തിക്കാനുള്ള ഒരു കഴിവ് ഭഗവാൻ എപ്പോഴും തരണം. എൻ്റെ ഒപ്പം ഭഗവാൻ ഉണ്ടാവണം, ഭക്തന്മാരുടെ ഒപ്പം ഭഗവാൻ ഉണ്ടാവണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.